ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സവാള കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റി അത് നല്ലൊരു ഗോൾഡൻ കളർ ആകണമെന്നോ അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിലൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിൽ നമ്മുടെ ഈ സവാള ഒന്ന് വഴണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 250 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് നല്ലതുപോലെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ നോക്കി എടുത്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതാണ്. വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുന്നത് ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് പലർക്കും തോന്നാറുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഇതുപോലെ കുറച്ച് ക്യാബേജ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നീളത്തിലാണ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാബേജ് കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് വേവിച്ചെടുത്തതൊന്നുമല്ല, സാധാരണ പച്ച ക്യാബേജ് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റണ്ട, എന്നാലും നമ്മുടെ ഈ ക്യാബേജൊക്കെ ഒന്ന് വഴണ്ടി കിട്ടണം. ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ വാടി തുടങ്ങണം. അതുപോലെ ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാബേജിൻ്റെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതായത് ചിക്കൻ്റെ അളവ് കുറച്ചതിന് ശേഷം ക്യാബേജൊക്കെ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കട്ട്ലേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ ക്യാബേജും ചെറിയ രീതിയിൽ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള മസാലകളും കൂടിയാണ്. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, അതല്ല കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത്രയും മസാലകളും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിമെല്ലാം ഈ സമയത്ത് ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിലും ഒരുപാട് ഫ്ലെയിം കുറച്ചും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം ഇതിലേക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ മസാല ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. എന്നാൽ ചെറുതായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്കൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒരല്പം മല്ലിയിലയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇതിത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് പൊടിക്കില്ല, അതുപോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ബോളിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതിയാവും. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു അല്പം മിക്സ് കയ്യിലേക്കൊന്ന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഒന്ന് റോൾ ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓരോ കട്ട്ലേറ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് വെച്ചിരിക്കുന്ന എല്ലാം വേവിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഇതിലേക്ക് കോട്ട് ചെയ്തിരിക്കുന്ന ആ ബ്രെഡ് ക്രംസ് മാത്രം ചെറിയ രീതിയിൽ ഒന്ന് മുരിഞ്ഞ് ഇട്ടുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറാകുമ്പോഴോ നമുക്ക് ഇഷ്ടമുള്ള കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ പുറം ഭാഗം ചെറിയൊരു ക്രഞ്ചിനെസ്സും അതുപോലെ തന്നെ ആകെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. ഇതുവരെയും കട്ട്ലേറ്റ് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിനു ശേഷം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ട് ഇതുപോലൊരു കട്ട്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.